ഇന്ത്യൻ കപ്പൽശാലയിൽ നിന്ന് പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തി നൽകുന്നു എന്നതിന്റെ വിവരങ്ങൾ പുറത്തുവരികയാണ്. അതുമായി ബന്ധപ്പെട്ട് 2 പേർ പിടിയിലായിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ കൊച്ചി കപ്പൽശാലയിൽ നിന്നും ഇത്തരം സൂചനകൾ ലഭിക്കുകയും NIA ഉൾപ്പെടെ പരിശോധനകൾ നടത്തുകയും ചെയ്ത വാർത്ത നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ കൊച്ചി കപ്പൽശാലയുടെ ഭാഗമായ ഉടുപ്പിയിലെ ഡഗ് നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നുമാണ് ഉത്തർപ്രദേശ് സ്വദേശികളായ 2 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് കപ്പൽ നിർമ്മാണശാലയിൽ ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി, ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന കപ്പലുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തിക്കൊടുത്തു എന്ന വിവരമാണ് ലഭിക്കുന്നത്. വളരെ ഗുരുതരമായ കുറ്റകൃത്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, നമ്മളുടെ നാവികസേനയുടെ ഭാഗമാകേണ്ടുന്ന കപ്പലുകൾ, അത് സംബന്ധിച്ചുള്ള വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇവർ ചോർത്തി പാകിസ്ഥാന് നൽകിയിരുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അതിൽ ഉൾപ്പെട്ട 2 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവർ ഏതാണ്ട് 1.5 വർഷമായി ഈ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതാണ് വ്യക്തമാക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഇതിൽ 2 പേരാണ് പ്രതികൾ ആയിട്ടുള്ളത്. ഒന്ന് രോഹിത്, ഒന്ന് സാന്ദ്രി. ഇവർ 2 പേരും ഉത്തർപ്രദേശ് സ്വദേശികളാണ്. രോഹിത് ആദ്യം കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലായിരുന്നു. അവിടെ നിന്ന് ചില പ്രശ്നങ്ങൾ ഇയാളുടെ പേരിൽ വരികയും ഇയാളുടെ പെരുമാറ്റത്തിൽ ഉൾപ്പെടെ ചില സംശയങ്ങൾ തോന്നുകയും ഇയാളെ അവിടെ നിന്ന് സ്ഥലം മാറ്റി ഉടുപ്പിയിലെ ഡഗ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയുമായിരുന്നു. പക്ഷേ അവിടെ ഇരുന്നു കൊണ്ടും കൊച്ചിയിലെ നാവികസേന ആസ്ഥാനത്ത് കപ്പൽ നിർമ്മാണശാലയിൽ ജോലി ചെയ്യുന്ന സുഹൃത്ത് വഴി ഇയാൾ വിവരങ്ങൾ ശേഖരിക്കുകയും അത് കൈമാറുകയും ചെയ്തിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇവർ 2 പേരും കൊച്ചി ഷിപ്പ്യാർഡിലെ ജീവനക്കാരായിരുന്നു. അതിനുശേഷം ഈ കുറ്റം കണ്ടെത്തി നാടുകടത്തിയ ആളാണ് രോഹിത്. അവിടെ ഇരുന്നും അയാൾ ഈ പ്രവൃത്തി തന്നെ ചെയ്തു എന്നതാണ് മനസ്സിലാകുന്നത്. സുഷമ മറൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് വഴി കരാർ അടിസ്ഥാനത്തിലാണ് ഇവർ ആദ്യം നിയമിക്കപ്പെട്ടത് എന്നതിൻ്റെ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നുഴഞ്ഞു കയറി, ആ സംവിധാനത്തിലേക്ക് നുഴഞ്ഞു കയറി അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ശത്രുക്കൾക്ക് നൽകുന്നു എന്ന ചാരപ്പണി ചെയ്തു എന്നതാണ് ഇപ്പോൾ ഇവരെക്കുറിച്ച് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ. രോഹിത് ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ ജില്ലയിലെ അനന്തറാം ഭട്ട്പുര സ്വദേശിയാണ്. സാന്ദ്രി എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ ജില്ലയിലെ ഹഞ്ചബാദ് മൈതാനി സ്വദേശിയുമാണ്. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇന്ത്യൻ നാവികസേനയ്ക്കായി ഡഗ്ഗുകൾ നിർമ്മിക്കുന്നതിനൊപ്പം സ്വകാര്യ സ്ഥാപനങ്ങൾക്കായും കപ്പലുകൾ ഒക്കെ നിർമ്മിക്കുന്ന സ്ഥാപനമാണ്. കഴിഞ്ഞ 1.5 വർഷമായി പ്രതികൾ പാകിസ്ഥാനിലേക്ക് രഹസ്യ വിവരങ്ങൾ കൈമാറുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘം മനസ്സിലാക്കിയിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് CEO നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഉടുപ്പി പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്തു എന്നത് വ്യക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഇതിന്റെ അന്വേഷണം NIA ഏറ്റെടുക്കുകയും കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യും എന്നതാണ് മനസ്സിലാകുന്നത്. ദേശീയ ഏജൻസികൾ, ഒന്നിലധികം ഏജൻസികൾ വേണമെങ്കിലും ഇതിന്റെ അന്വേഷണത്തിൽ പങ്കുചേരും എന്ന സൂചനകൾ വരുന്നു. പ്രതികളിൽ ഒരാളായ രോഹിത് മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ജോലി ചെയ്തിരുന്നു. പണത്തിന് പകരമായി വാട്സപ്പ് വഴി കപ്പലുകളുടെ രഹസ്യ പട്ടിക, മറ്റ് രഹസ്യ വിവരങ്ങൾ എന്നിവ ചോർത്തി നൽകിയിരുന്നു എന്നതാണ് പ്രാഥമികമായി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ അന്വേഷണ സംഘം പുറത്തേക്ക് വിടുന്ന വിവരം. ഉടുപ്പിയിലെ മാൽപേ കപ്പൽശാലയിലേക്ക് മാറ്റിയതിനു ശേഷവും അയാൾ ഇവിടുത്തെ സോഴ്സുകൾ ഉപയോഗിച്ച് ഈ പണി തുടർന്നു വരികയായിരുന്നു. ഈ പ്രതികളുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഹാനികരം എന്നത് കണക്കാക്കപ്പെടുകയാണ്. അപ്പോൾ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെ രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് ഇവർ ചെയ്തത് എന്ന രീതിയിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. തുറമുഖങ്ങൾ, ഷിപ്പിംഗ്, ജലപാത നിർമ്മാണത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് കൊച്ചി കപ്പൽശാല. അപ്പോൾ ഇവിടെയാണ് ഈ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്യാൻ നമ്മുടെ നാട്ടിലെ തന്നെ മനുഷ്യർ നുഴഞ്ഞു കയറുകയും ആ പണം വാങ്ങിക്കൊണ്ട് ഏതാണ്ട് 1.5 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അവിടെ അവർ ജോലി ചെയ്യുന്നതിനുള്ള പ്രതിഫലം വാങ്ങുന്നതിനൊപ്പം തന്നെ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്യുന്നതിനുള്ള പണവും വാങ്ങിയാണ് ഈ രാജ്യവിരുദ്ധ പ്രവർത്തനം അവർ അവിടെ ചെയ്തത്. എന്തൊക്കെ നിർണായക വിവരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ചൊക്കെയുള്ള വിശദമായ അന്വേഷണം ആവശ്യമായി വരുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. വാട്സപ്പും ഫേസ്ബുക്ക് എന്നിവ വഴിയാണ് ഇവർ ഈ രഹസ്യ വിവരങ്ങൾ കൈമാറിയിരുന്നത്. ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇവർ പണം സമ്പാദിച്ചിട്ടുണ്ട് എന്നതിൻ്റെ വിവരങ്ങളും തെളിവുകളും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ CEO ഈ
കപ്പൽശാലയുടെ CEO ഉടുപ്പി പോലീസിൽ അറിയിക്കുന്നു. ആദ്യം ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇത്തരത്തിൽ ചാരപ്പണി നടത്തിയ നിരവധി പേരുടെ വിവരങ്ങൾ നമ്മൾ അന്ന് നടന്ന പരിശോധനയിലും മറ്റുമൊക്കെ പുറത്തേക്ക് വന്നതാണ്. ജ്യോതി മൽഹോത്ര എന്ന വ്ളോഗറുടെ വിവരങ്ങൾ നമ്മൾ അറിഞ്ഞതാണ്. വ്ളോഗറായി സഞ്ചരിച്ച് ആ രീതിയിൽ വിവരങ്ങൾ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്ത വ്ളോഗറുടെ കഥ നമുക്ക് മുന്നിലുണ്ട്. മാത്രവുമല്ല, പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലേതുൾപ്പെടെ ഏതാണ്ട് 10ഓളം പേരെ ഈ ചാരപ്രവർത്തനത്തിന് ഇന്ത്യ അന്ന് നടന്ന തെരച്ചിലിൽ പിടിക്കുകയും നടപടികൾ സ്വീകരിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. വളരെ ഞെട്ടിക്കുന്ന വിവരമാണ്. പല തന്ത്രപ്രധാന ഇടങ്ങളിലും പാകിസ്ഥാന് വേണ്ടി പണിയെടുക്കുന്ന വിവരം ശേഖരണം നടത്തുന്ന ആളുകൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്നത് വളരെ ഞെട്ടിക്കുന്ന വിവരമാണ്. എന്തായാലും ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരിശോധനകൾ വേണ്ടിവരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. പാകിസ്ഥാന്റെ പോലീസിന്റെ വിരമിച്ച ആളുകൾ ഉൾപ്പെടെ ഒരു വലിയ വിഭാഗം ഇന്ത്യയിലെ വ്ളോഗർമാരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ പാട്ടിലാക്കി വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. തന്ത്രപ്രധാന ഇടങ്ങളിൽ പോലും അവർ എത്തുകയും പാകിസ്ഥാന് വേണ്ടി വിവരശേഖരണം നടത്തുന്നു എന്ന വിവരങ്ങൾ വരുമ്പോൾ കൂടുതൽ ജാഗ്രത ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകേണ്ടിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടും കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും. ദേശീയ ഏജൻസികളുടേതുൾപ്പെടെയുള്ള ഇടപെടലും വിപുലമായ അന്വേഷണവും ഉണ്ടാകും എന്നതാണ് മനസ്സിലാകുന്നത്. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം.